കൗണ്ടർ മണി കൗണ്ടർ മണി ചിരിയുടെ ആറ്റിച്ചാടി വെള്ളവും കുടിച്ചിടക്കുന്ന നമ്മുടെ പ്രസിഡന്റിന് ഇപ്പൊ സുഖമായോ? വെള്ളം മാത്രമല്ല ടീച്ചറെ, പഴവും ഇതായിരുന്നു അറിയാമല്ലോ. അടുത്ത മഴയൊക്കെ വരുന്നുണ്ട്, ഇനി പിരിവിന് വരുമ്പോ പറയണേ. ആറ്റിലൊന്നും പോയി ചാടിയേക്കല്ലേ. എന്റെ പൊന്നു ടീച്ചർ, ആറ്റൊന്നും പോയി ചാടത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്റെ ചേട്ടന്റെ മക്കളെ ഇവിടെ രണ്ടുപേരും പഠിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ, അവരുടെ കാര്യം ഒന്നും ഓർമ്മിപ്പിക്കല്ലേ. മണിയുടെ സ്വഭാവം തന്നെ കണക്കിന് അന്നേ രണ്ടും പരാജയം. എങ്ങനെ പരാജയപ്പെടും? തലമുറകളായിട്ട് ടീച്ചറല്ലേ പഠിപ്പിക്കുന്നത്, പിന്നെ എങ്ങനെ ശരിയാകാനാ? മണിക്കറിയാമോ, ഞാൻ അവനോട് ചോദിച്ചത് അവന്റെ കയ്യിൽ 5 മിഠായി കൊടുത്തു, 2 എണ്ണം അവന്റെ കൂട്ടുകാർക്ക് കൊടുത്തു, ബാക്കി എത്ര ഉണ്ടെന്ന് അവനോട് ചോദിച്ചത്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു ടീച്ചറെ? അയ്യോ, അത് മണി അവൻ പറഞ്ഞതൊരു രസവാ. അവന്റെ കൈ ഒന്നും കാണത്തില്ലെന്നാ പറയുന്നത്, അവൻ മൊത്തവും തിന്നൂന്നാ പറയുന്നത്. അത് കൊള്ളാം. എന്റെ പൊന്നു ടീച്ചറെ, ടീച്ചറായിട്ടല്ലേ അമ്മയുടെ കൈ മുട്ടായി കൊണ്ട് കൊടുത്തത്? ഈ ഗ്രഹണി പിടിച്ച പിള്ളേരല്ലേ ചക്കക്കുണ്ടം കാണുമ്പോഴേ അത് മൊത്തം കഴിച്ചു തീർക്കും. ടീച്ചറായിട്ട് അവരെ കൊണ്ട് മുട്ടായി കൊണ്ട് കൊടുക്കാമോ? ഇപ്പൊ അവർക്ക് കുറ്റവും. എന്റെ ഈശ്വരാ, മണിയുടെ ന്യായീകരണം കേട്ടല്ലേ അവരും പഠിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇളയവനോട് ഞാൻ ചോദിച്ചത് 1+1 എത്രയാണെന്നാ. അതിനവൻ പറഞ്ഞ ഉത്തരം എന്താണെന്ന് മണിക്കറിയാമോ? 11 എന്നാ അവൻ പറഞ്ഞത്. അവിടെയാണ് ടീച്ചർക്ക് തെറ്റിയത്. 1 കഴിഞ്ഞാൽ 1 എഴുതിയാൽ എത്ര? 11 അവൻ കണക്ക് കൂട്ടുകയല്ല ചെയ്തത്, കണക്ക് എഴുതുകയാണ് ചെയ്തത്. ടീച്ചർ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണേ. ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികളാണ് അവരങ്ങനെ ചെയ്യൂ, അല്ലാതെ അവരുടെ കുഴപ്പമൊന്നുമല്ല. എന്നാൽ ഇത് കേട്ടോ, 8ന്റെ പകുതി എത്രയാണെന്ന് ഞാൻ അടുത്തവനോട് ചോദിച്ചത്. അത് അവന്മാർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഉത്തരം 4 എന്നല്ലേ പറഞ്ഞത്? മൂത്തവൻ പറഞ്ഞത് 8ന്റെ പാതി മുറിച്ച 2 0 കിട്ടുമെന്നും, നടുവത്തവൻ പറഞ്ഞത് 8ന്റെ നടുക്കൂടെ മുറിച്ച 2 3 കിട്ടുമെന്നാണ് അവൻ പറഞ്ഞത്. ഓ, ജീനിയസ് കുട്ടികളെ, അവർ പറഞ്ഞത് ശരിയല്ലേ? ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കി. 8 എന്ന അക്കത്തിൻ്റെ മുകളിലൊരു 0, താഴെ ഒരു 0. ഇതിനെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ 2 0 കിട്ടും. അതുപോലെ തന്നെ 8നെ നീളത്ത് കീറിയിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരു സൈഡിൽ 3 കിട്ടും, പിന്നെ അത് തിരിച്ചിട്ടാൽ ഇപ്പുറത്തെ ഒരു 3 കിട്ടും. അവർ പറഞ്ഞത് ശരിയല്ല ടീച്ചറെ? ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ട് മണിയെ പഠിപ്പിച്ച എൻ്റെ കിളി ഒന്ന് പറന്നു പോയതാ, ഇപ്പൊ നിങ്ങൾ വംശാവലിയെ മൊത്തം പഠിപ്പിച്ച എൻ്റെ കിളി പറന്നു. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ചിരി വരുന്നത്. ടീച്ചറല്ലേ പറയുന്നത് പൂജ്യത്തിന് യാതൊരു വിലയില്ലെന്ന്. എന്നിട്ട് ടീച്ചർ പഠിപ്പിക്കുന്ന പിള്ളേർക്കെല്ലാം പൂജ്യമുണ്ടല്ലോ. വേണ്ട, അവിടെ രണ്ടെണ്ണം പൂജ്യം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. വേണ്ട, എന്നിട്ട് അവന്മാരെ എനിക്കൊന്ന് കാണണം. അപ്പം എനിക്ക് സംസാരിച്ചിരിക്കാൻ യാതൊരു സമയമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോവാം കേട്ടോ. ഓക്കെ. ചിരിക്കും ചിരിപ്പിക്കും കൗണ്ടർ മണി, നമ്മുടെ കൗണ്ടർ മണി.